ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചെറിയ മാജിക്കിൻ്റെ ബാക്കി കാണാൻ. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ആച്ചിക്ക് കിട്ടിയ അതേ മൈൻഡ് റീഡിങ് പവർ ചിന്തയ്ക്ക് കിട്ടിയത് വരെയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവരെല്ലാവരും കൂടി ഇരുന്ന് ഓഫീസിൽ ഫുഡ് കഴിക്കുന്നതായിട്ടാണ്. ഈ സമയം അതുവഴി കരൺ പോകുന്നത് കണ്ടിട്ട് ഡൂജ് ആണെങ്കിൽ അവരെ കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് അവരെ അവിടേക്ക് വിളിക്കുന്നു. ഡൂജ് കരണിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കരൺ, നിൻ്റെ ടൈപ്പ് ഏതാണെന്ന്. എന്നിട്ട് ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞതെന്ന്. അപ്പം കരണാണെങ്കിൽ ആച്ചിയെ നോക്കിയിട്ട് പറയാനായിട്ട് വരുന്ന സമയത്ത് ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് വർക്കിനെ പറ്റി സംസാരിക്കുന്നു. അത് കേട്ട ഡൂജ് പയ്യോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ആച്ചിക്ക് ഇത് എന്ത് പറ്റി, അവൻ വല്ല CEO ക്വാളിഫിക്കേഷനുള്ള എക്സാം എഴുതാൻ പോകുകയാണോ എന്ന്. അത് കേട്ട പൈ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ലെന്ന്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ആച്ചിയാണെങ്കിൽ കരൺ പുറത്തേക്ക് പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവനാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് താഴേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ താഴേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവനെ വെയിറ്റ് ചെയ്ത് അവിടെ കരൺ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കരൺ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ നല്ല സ്ട്രെസ്ഡ് ആയിരുന്നല്ലോ, പിന്നെ നിനക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വർക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന്. അത് കേട്ട ആച്ചി വർക്കിൻ്റെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. കരൺ പറയാണ്, എന്തായാലും നീ വാ, നമുക്ക് വേണ്ടി ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ട ആച്ചി, അയ്യോ ഞാൻ ഈസി ആയിട്ട് വീണ്ടും മിസ്റ്റേക്ക് വരുത്തിയെന്ന് പറഞ്ഞിട്ട് അവനോടൊപ്പം പോകുന്നുണ്ട്. കാരണം ചെല്ലാന്ന് പറഞ്ഞു പോയില്ലേ. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ആച്ചിയാണെങ്കിൽ കരൺ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് അവൻ്റെ കാലിനടുത്തേക്ക് കാല് നീക്കി വെക്കുകയാണ്. അപ്പം കരൺ പറയാണ്, അയ്യോ ഞാനിപ്പോൾ സ്വപ്നം കാണുകയാണോ, ഞാൻ ആച്ചിയോടൊപ്പം മീൽ കഴിക്കാൻ പോകുന്നു, ഞാൻ സ്വപ്നം കാണുന്നതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കാലിൽ പിച്ചുന്നുണ്ട്. അങ്ങനെ വേദനിക്കുന്നത് കൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, അയ്യോ അപ്പം ഞാൻ സത്യത്തിൽ സ്വപ്നം കാണുന്നതൊന്നും അല്ലെന്ന്. അപ്പം ആച്ചിയാണെങ്കിൽ കരണിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വർക്കിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന്. അപ്പം കരൺ പറയുന്നു, അത് പിന്നെ നീ നല്ല ടയേർഡാണെന്ന് തോന്നി, ബോസ് തന്നെ പറയാറുള്ളതല്ലേ, വർക്കിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നത് വർക്കിലെ ഒരു പാർട്ട് തന്നെയാണെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ആക്ച്വലി എനിക്ക് ആച്ചിയോട് നേരിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ ഒപ്പം റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ടോ എന്ന്. പക്ഷേ എനിക്ക് പേടിയാണ്, ഒരു പക്ഷേ അതവന് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ആയാലോ എന്ന്. എനിക്ക് എന്തായാലും അവൻ എപ്പോഴും സന്തോഷത്തിലിരുന്നാൽ മതി, അവനെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ കണ്ടാൽ മതി, അത് ജസ്റ്റ് ഒരു കൊളീഗായിട്ടാണെങ്കിൽ അങ്ങനെയെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആച്ചി മനസ്സിൽ പറയുന്നുണ്ട്, ഞാനൊരു സെൽഫിഷാണ്, ഞാൻ എൻ്റെ ഫീലിങ്സിനെ പറ്റി മാത്രമേ കെയർ ചെയ്യുന്നുള്ളെന്ന്. എന്നിട്ട് അവൻ കരണിനോട് പറയുന്നുണ്ട്, സോറി കരണെന്ന്. അപ്പം കരൺ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇപ്പോൾ സോറി പറഞ്ഞേന്ന്. അപ്പോൾ ആച്ചി കരണിനോടൊന്നും പറയാതെ മനസ്സിൽ പറയുന്നുണ്ട്, കരൺ ഒരാൾ മാത്രമാണ് എന്നെ ഇത്രയും നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അവന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ അവൻ്റെ ഒരു ഗുഡ് കോളീഗ് പോലും അല്ലെന്ന്. ഇവൻ മനസ്സിലിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു സ്റ്റാഫ് വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, സോറി സാർ, മുകളിലെ ബഹളത്തിന് ഒരു കമ്പനിയുടെ സെലിബ്രേഷൻ നടക്കുകയാണ് അവിടെയെന്ന്. അത് കേൾക്കുന്ന ആച്ചി പറയുന്നുണ്ട്, സാരമില്ലെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം മുകളിലുണ്ടായിരുന്ന ആ കമ്പനിയിലെ ആളുകൾ പുറത്തേക്ക് വരികയാണ്. അത് മറ്റാരും അല്ലായിരുന്നു, ഡൂജും റോക്കും അതുപോലെ അവരുടെ ബോസും ആയിരുന്നു. താഴേക്ക് നോക്കുന്ന സമയത്ത് ഇവരെ കാണുന്ന ബോസ് ആണെങ്കിൽ പറയുന്നുണ്ട്, അത് ആച്ചിയും കരണും അല്ലേ ഡേ, നിങ്ങൾ പെട്ടെന്ന് എന്നെ ഇവിടേക്ക് വരാൻ. അങ്ങനെ ബോസ് വിളിച്ചത് കൊണ്ട് തന്നെ അവരാണെങ്കിൽ അവരുടെ കൂടെ അകത്തേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഡൂജാണെങ്കിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് കേട്ട ഒരു സ്റ്റാഫ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയുന്നുണ്ട്, മിസ് ഡൂജ് നിങ്ങൾക്കൊന്നും തോന്നല്ലേ, നിങ്ങളെ കൊണ്ട് എന്തും പറ്റും, പക്ഷെ നിങ്ങളൊരു സിംഗർ അല്ലെന്ന്. ഇത് കേട്ട ഡൂജാണെങ്കിൽ ആ പയ്യനെ രൂക്ഷമായിട്ട് നോക്കിയാണ്. ഈ സമയം ആച്ചിയാണെങ്കിൽ കരൺ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് അറിയാനായിട്ട് അവൻ്റെ കാലിനടുത്തേക്ക് കാല് നീക്കി വെക്കുകയാണ്. അപ്പോൾ കരൺ മനസ്സിൽ പറയാണ്, എന്താ ഇതുപോലെ ആയത്, എനിക്ക് ആച്ചിയുടെ കൂടെ ഒരു മീൽ കഴിക്കാനുള്ള ചാൻസ് കിട്ടിയതാണ്, പക്ഷേ ഓഫീസിലെ എല്ലാവരും കൂടി വന്ന് എല്ലാം തകർന്നെന്ന്. ഇവനിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയം പയ്യെ അവരോട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടേക്ക് ഒരുമിച്ച് വന്നത്, നിങ്ങൾ ഡേറ്റിന് വന്നതാണോ എന്ന്. അത് കേട്ട് ആച്ചി ഞെട്ടിയിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലെന്ന്. ആച്ചിയുടെ വായിലാണെങ്കിൽ ആ സമയം കള്ളമൊന്നും വരുന്നുമില്ല. പെട്ടെന്ന് കരൺ പറയുന്നു, അത് പിന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു എല്ലാവരും ഇവിടേക്ക് വരുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്ത് ഇവിടേക്ക് വന്നതാണെന്ന്. കരൺ പറഞ്ഞതാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം പെട്ടെന്ന് മിസ്റ്റർ തനാഗാണെങ്കിൽ ഒരു ഗെയിമിനെ പറ്റി പറയാണ്. ആ ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇതിൽ നിന്ന് ഓരോരുത്തരും ഓരോ പേപ്പർ കഷ്ണമായിട്ട് എടുക്കണം, അതിനുള്ളിൽ ഒരു നമ്പർ ആയിരിക്കും, അതുപോലെ ഓരോ റൗണ്ടിലും ഒരാളെ കിങ് ആയിട്ട് സെലക്ട് ചെയ്യും, അയാൾക്ക് ഏത് നമ്പറിനോട് എന്ത് ചെയ്യാനും ഓർഡർ ഇടാൻ കഴിയുമെന്ന്. എന്നിട്ട് അദ്ദേഹം ആദ്യം പറയുന്നത് പയ്യാണ്. അങ്ങനെ പൈ പറയുന്നത് 3 ഗ്ലാസ്സിലുള്ള ഫുൾ ഡ്രിങ്കും കുടിച്ചു തീർക്കാൻ. അങ്ങനെ 3ാമത്തെ നമ്പർ കിട്ടിയ ആളാണെങ്കിൽ അത്
അത് ചെയ്യുന്നുണ്ട്. അടുത്ത ഡൂജിനെയാണ് കിങ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൂജ് പറയുന്നു 6ാമത്തെ നമ്പർ കിട്ടിയ ആൾ 9 കിട്ടിയ ആളുടെ തലയിൽ അടിക്കണമെന്ന്. 6 കിട്ടിയതാണെങ്കിൽ റോക്കിനും അതുപോലെ 9 കിട്ടിയത് ബോസിനുമാണ്. ബോസിനെയാണ് താൻ അടിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയ റോക്ക് പറയുന്നുണ്ട് അത് വേണ്ടെന്ന്. പക്ഷേ ബോസ് പറയുന്നു നീ പേടിക്കണ്ട, അടിച്ചോ എന്ന്. അങ്ങനെ റോക്ക് ബോസിൻ്റെ തലക്കിട്ട് ഒരടി അടിക്കുന്നു. ബോസ് ആണെങ്കിൽ നല്ല ദേഷ്യത്തിൽ അവനെ നോക്കുന്നത് കണ്ട് അവനാണെങ്കിൽ അയ്യോ എൻ്റെ ജോലി പോയത് തന്നെ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഈ സമയം ആരും പ്രതീക്ഷിക്കാതെ ബോസ് ആണെങ്കിൽ ഗുഡ് ജോബ് എന്ന് പറയുന്നു. അത് കേട്ട പൈ വരെ ചിരിച്ചു പോകുന്നുണ്ട്. അടുത്ത കിങ് ആകുന്ന ആൾ പറയുന്നത് 2ാമത്തെ നമ്പർ കിട്ടിയതും അതുപോലെ 4ാമത്തെ നമ്പർ കിട്ടിയ ആളും കൂടി കിസ് ചെയ്യണമെന്ന്. ആ നമ്പേഴ്സ് കിട്ടിയിരിക്കുന്നത് ആച്ചിക്കും കരണ്ണുമാണ്. കുറച്ച് മടിയോടുകൂടി ആയാലും കരൺ ജസ്റ്റ് ഗെയിം അല്ലേ എന്ന് പറഞ്ഞിട്ട് ആച്ചിയെ കിസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആച്ചിയാണെങ്കിൽ നല്ല പേടിച്ച് കണ്ണടച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കരണാണെങ്കിൽ അവൻ്റെ ലിപ്പിൽ കിസ് ചെയ്യാതെ നെറ്റിയിൽ കിസ് ചെയ്യുന്നു. ഇത് കാണുന്ന ഒരു പയ്യൻ പറയുന്നുണ്ട് ഇത് ചീറ്റിംഗ് ആണ്, ശരിയല്ലേ ബോസ് എന്നും പറഞ്ഞു ബോസിനെ നോക്കിയാണ്. അങ്ങനെ ബോസിനെ നോക്കുമ്പോൾ ബോസ് ആണെങ്കിൽ ബോധമില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ കരണ്ണാണെങ്കിൽ പെട്ടെന്ന് എന്തോ പോലെ തോന്നിയിട്ട് അവനാണെങ്കിൽ റെസ്റ്റ് റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. ആച്ചി അവൻ്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ കരണിനോട് ചോദിക്കുന്നുണ്ട് കരൺ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ കരൺ പറയുന്നു അത് പിന്നെ അകത്ത് നല്ല ചൂടായതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതിയെന്ന്. പിന്നെ അവർ നമ്മളെ കൊണ്ട് ആ ഗെയിം കളിപ്പിക്കണ്ടായിരുന്നു അല്ലേന്ന്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് എത്രയൊക്കെ എനിക്ക് ആച്ചിയെ കിസ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അവനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ ആ സമയം അവൻ്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ അതെന്നെ വളരെ ബാഡായിട്ടാണ് ഫീലാക്കിയത്. അവൻ എന്തായാലും അൺകംഫർട്ടബിളായിട്ട് ഫീലായി കാണും. പിന്നെ അവനെ ഏറ്റവും കൂടുതൽ അൺകംഫർട്ടബിൾ ആക്കുന്ന വ്യക്തിയെ ഞാനായിരിക്കും ഒരു അല്ലെന്ന്. ഇതൊക്കെ കേട്ട കാരണമാണെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആച്ചി നീ എന്താണ് സംസാരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നതെന്ന്. അത് കേട്ട ആച്ചിയാണെങ്കിൽ തലയാട്ടുന്നുണ്ട് അതേന്ന്. അത് കേട്ട കാരണമാണെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് അവനെ കിസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ കിസ് ചെയ്യുമെന്ന രീതിയിലെത്തുന്ന സമയം അവിടേക്ക് കമ്പനിയിലുള്ള എല്ലാവരും കൂടെ വരികയാണ്. അങ്ങനെ ബോസ് ഇവരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അത് ആച്ചിയും കരണവും അല്ലേ, നിങ്ങൾ കാറ്റൊക്കെ കൊണ്ടുപോയെന്ന്. അങ്ങനെ അവരാണെങ്കിൽ അതേന്ന് പറയുന്നത്. അപ്പോൾ റോക്ക് പറയുന്നുണ്ട് അകത്ത് നല്ല ചൂടാ, നമുക്ക് തിരിച്ചു പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാമെന്ന്. ഇതിനിടയിൽ ഡൂജ് പറയുന്നുണ്ട് നമുക്കൊരു സെൽഫി എടുക്കുക എല്ലാവരും വായെന്ന് പറഞ്ഞ് അവരടുത്തേക്ക് ഓടിച്ചെല്ലാണ്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആച്ചിയും കരണവും ഒരിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കരൺ പറയുന്നതൊക്കെ ആച്ചിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കരൺ പറയണു ഇപ്പോൾ ഇവരാരും ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കും ആച്ചിക്കും ഇടയിൽ എന്തായിരുന്നെ നടന്നത്. ആച്ചി എനിക്ക് ഓൾറെഡി ഒരു ചാൻസ് തന്നു, ഈ ചാൻസ് എന്തായാലും ഞാൻ മിസ്സാക്കരുതെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ കരൺ നിൽക്കുകയാണ്. ഈ സന്തോഷം കണ്ട ആച്ചിയാണെങ്കിൽ ഫോണിൽ പോലും ശ്രദ്ധിക്കാതെ അന്തം വിട്ട് കരണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ആച്ചിയാണെങ്കിൽ കുളിച്ചിട്ട് തല തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവനെ ജിന്ത കോൾ ചെയ്യുന്നു. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ജിന്തയ്ക്കാണെങ്കിൽ പറയാൻ വന്ന കാര്യം പോലും പറയാൻ പറ്റുന്നില്ല. അവൻ അത്ര ടെൻഷനിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആച്ചി പറയുന്നുണ്ട് നീ പതുക്കെ സമാധാനത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ അവൻ പറയുന്നു അത് പിന്നെ നീ എന്നോടൊരു മാജിക്കൽ പവറിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, ആ പവർ എനിക്കും കിട്ടിയെന്ന്. അത് കേട്ട് ആച്ചി ചോദിക്കുന്നുണ്ട് നിനക്കും കിട്ടിയോ എന്ന്. അപ്പോൾ ജിന്ത പറയുന്നു അതേടാ എനിക്ക് അറിയത്തില്ല ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, ഞാനിനി എങ്ങനെ കഥ എഴുതും, എനിക്ക് പേടിയാകുന്നടാ, എൻ്റെ ഫ്യൂച്ചർ പോയി, ഇനി ജോലിയൊന്നും ഇല്ലാതെ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന്. അത് കേട്ട ആച്ചി പറയുന്നു നീ ഒന്ന് സമാധാനപ്പെട്, പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ നല്ല പാടാണെന്ന്. അത് കേട്ട ചിന്ത പറയുന്നു ഡാ നാളെ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമോ, നീ ഒരു പക്ഷേ വരില്ലെങ്കിൽ എനിക്ക് വട്ട് പിടിക്കുമെന്ന്. അത് കേട്ട ആച്ചി പറയുന്നു ഡാ എനിക്ക് എന്തായാലും നാളെ വരാൻ പറ്റത്തില്ല, എനിക്ക് നാളെ ഒരു കമ്പനി ഔട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ പോയേ പറ്റൂ. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വരുന്നത് വരെ നിന്നെക്കൊണ്ട് കഴിയുന്നത്രയും ആളുകളെ കാണാതിരിക്കാൻ ട്രൈ ചെയ്യുക, അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനുമെന്ന്. ഇത് കേട്ട ചിന്ത ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആരെയും ടച്ച് ചെയ്യാതിരുന്നാൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലേ എന്ന്. അപ്പോൾ ആച്ചി പറയുന്നു അതെ, ഞാൻ വരുന്നത് വരെ നീ ഒന്നിനെയും ടച്ച് ചെയ്യാതിരുന്നാൽ മതിയെന്ന്. അത് കേട്ട ചിന്തയാണെങ്കിൽ ആ ശരി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണ്. പിറ്റേന്ന് രാവിലെ ഔട്ടിങ്ങിന് പോകാനായിട്ട് എല്ലാവരും വരെയാണ്. അങ്ങനെ ബസ്സിലേക്ക് കയറുന്ന സമയം പൈ അവിടേക്ക് വരുമ്പോഴത്തേക്കും അവളെ കയ്യിലിരുന്ന ബാഗാണെങ്കിൽ തറയിലേക്ക് വീഴുകയാണ്. അങ്ങനെ ആച്ചി അവളെ സഹായിക്കാമെന്ന് കരുതി ബാഗ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പൈയുടെ കൈ തട്ടിയിട്ട് അവനാണെങ്കിൽ പൈ പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നു. അവൾ ആരെയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവൾ പറയാണ് ഒരു തവണ കൂടി കാണുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഇവിടെ എത്ര റിസോർട്ട് ഉണ്ടായിരുന്നു, എന്നിട്ട് സെയിം പ്ലേസിൽ തന്നെ ഞങ്ങളും പോകുന്നെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ബസ്സിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ആച്ചി പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് കരൺ വരെയാണ്. കരനാണെങ്കിൽ ആച്ചിയെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ കരണിനെ മൈൻഡ് ചെയ്ത് ആച്ചിയാണെങ്കിൽ ബസ്സിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ ചിന്തയാണെങ്കിൽ ഒരു ലോഡ് നൂഡിൽസ് വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഇനി എനിക്ക്
എവിടെയും പോകണ്ട, ആരെയും കാണേണ്ടതുമില്ല. അങ്ങനെ ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അവിടെ കരണാണെങ്കിൽ ബസ്സിനുള്ളിലേക്ക് കയറിയിട്ട് ആച്ചി എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയാണ് അവനടുത്തേക്ക് പോയിരിക്കാനായിട്ട്. ഈ സമയം ഇവനെ കണ്ട ഡൂജ് പറയുന്നുണ്ട്, ആ കരണോ, ഇവിടെ ഒരു സീറ്റ് അവൈലബിൾ ആണ്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കാമെന്ന്. ഇത് കേട്ട കരൺ പറയുന്നു, എനിക്ക് തോന്നുന്നത് ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്, അതാകുമ്പോൾ എനിക്ക് സ്നാക്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന്. ഇത് കേട്ട ഡൂജ് പറയുന്നുണ്ട്, ഓ കരൺ, നീ എന്ത് നല്ലൊരു പയ്യനാണെന്ന്. അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് അങ്ങനെ കരണാണെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് റോക്ക് ആണെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അത് കാണുന്ന കരണാണെങ്കിൽ ചെറുതായിട്ട് വിഷമമാകുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും ഇരുന്നല്ലേ പറ്റൂ. അങ്ങനെ പിന്നെ പൈയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഈ സമയം റോക്കും ആച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. റോക്ക് ആദ്യമായിട്ടൊരു കമ്പനി ഔട്ടിങ്ങിന് പോകുന്നത് കൊണ്ട് തന്നെ അതിനെ പറ്റിയാണ് ആച്ചിയോട് സംസാരിക്കുന്നത്. അപ്പോൾ കരണാണെങ്കിൽ അവിടെ ഇരിക്കാനേ പറ്റുന്നില്ല. പിന്നെ സ്നാക്സ് എല്ലാവർക്കും കൊടുക്കുന്ന സമയം ആച്ചിക്ക് മാത്രം സ്പെഷ്യൽ ജ്യൂസ് കരൺ കൊടുക്കുകയാണ്. അത് കണ്ട റോക്ക് ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താ അവന് മാത്രം വേറൊരു ഡ്രിങ്ക് എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് കരൺ പറയുന്നു, അത് പിന്നെ ഞാൻ പെട്ടെന്ന് പിക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണ് അവന് കൊടുത്തതെന്ന്. അങ്ങനെ റോക്കാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും നോക്കുമ്പോഴത്തേക്കും എല്ലാവരുടെ കയ്യിലും സാധാരണ വെള്ളവും അവന് മാത്രം ജ്യൂസ്. അപ്പോൾ കരണാണെങ്കിൽ പെട്ടെന്ന് റോക്കിനോട് വന്ന് പറയുന്നു, പിന്നെ പൈക്ക് നിന്നോട് എന്തോ വർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാഗ് സഹിതം പൈയുടെ സീറ്റിൽ പെട്ടെന്ന് എടുത്ത് വെക്കുകയാണ്. റോക്കാണെങ്കിൽ ഒരുമാതിരി അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അവനാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സന്തോഷത്തോടെ ആച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കരൻ്റെ മുഖം കണ്ടാൽ അവൻ ഇത്രയും സന്തോഷത്തിലാണെന്നൊന്നും പറയില്ല, പക്ഷേ അവൻ്റെ മനസ്സിൽ അവൻ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ജ്യൂസ് കുടിക്കുന്ന സമയം ആച്ചിയുടെ കൈ കരൻ്റെ കയ്യിൽ തട്ടിയിട്ട് ആച്ചിക്കാണെങ്കിൽ കരൺ പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നു. കരൺ പറയാണ്, അവസാനം എനിക്ക് ആച്ചിയുടെ അടുത്തിരിക്കാൻ പറ്റി. ഒരു പെരുമഴ പെയ്തിട്ട് ട്രാഫിക് ജാമോ അല്ലെങ്കിൽ മരം ഒടിഞ്ഞ് വീണ് ബ്ലോക്കോ എന്തെങ്കിലും ഒന്നും ഉണ്ടായെങ്കിൽ അതാകുമ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് സമയം ഇരിക്കാൻ പറ്റുമല്ലോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട് ആച്ചിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ഈ ഡ്രസ്സിൽ ആച്ചി നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഓരോ ദിവസം കൂടുന്തോറും ആച്ചി കൂടുതൽ ക്യൂട്ടായിട്ട് വരുന്നു എന്ന്. ഇതൊക്കെ കേട്ട് ആച്ചി മനസ്സിൽ പറയുന്നുണ്ട്, എങ്ങനെയാ ഒരാൾക്ക് മുഖം ഇങ്ങനെ കാമാക്കി വെച്ച് ഇങ്ങനെ ഇമേജിൻ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ കരൻ്റെ അടുത്ത് നിന്ന് നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ റിസോർട്ടിലെത്തുമ്പോൾ ഡൂജാണെങ്കിൽ 2 പേര് വീതം ഒരു റൂം ഷെയർ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ കരൻ്റെ അടുത്ത് നിന്ന് ആച്ചിയാണെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന രീതിയിൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. കരണാണെങ്കിൽ ആച്ചിയോടൊപ്പം റൂം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആച്ചി അവിടെ ഇല്ല. ഈ സമയം ആച്ചി റോക്കിനോട്, നീ എൻ്റെ റൂംമേറ്റ് ആകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ റോക്ക് പറയുന്നു, ശരിയെന്ന്. ഈ സമയം അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട് കരണിനോടും ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ റൂംമേറ്റ് ആകുമോ എന്ന്. ഇനി വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ഓക്കെ പറയുന്നു. സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ആച്ചി അകത്തേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന 2 പെൺപിള്ളേരാണെങ്കിൽ കരണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊരു പെണ്ണ് പറയുന്നുണ്ട്, ക്യാഷ്വൽ ഔട്ട്ഫിറ്റിലും കരണിൻ്റെ ലുക്ക് നല്ല നീറ്റാണ്, എനിക്ക് അവൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണറിനെ കുറിച്ച് ഓർത്തിട്ട് അസൂയ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ മറ്റേ പെണ്ണ് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് അവൻ ഇപ്പോഴും സിംഗിളായിട്ട് ആയിരിക്കുന്നതിന് കാരണം അവനെപ്പോലെ ഒരാളെ അവനിപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ടാകാമെന്ന്. അതൊക്കെ കേട്ട ആച്ചിയും പറയുന്നുണ്ട്, ഒരുപക്ഷേ എനിക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെയൊക്കെ തന്നെ ചിന്തിച്ചേനെ, പക്ഷേ എന്തായിരിക്കാം കരണിനെ പോലെ ഒരാൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കാരണമെന്ന്. ഇവനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഡൂജാണെങ്കിൽ ഇനി കുറച്ച് ഗെയിംസ് കളിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഗെയിംസ് ഓരോന്ന് കളിക്കുന്ന സമയത്തും കരൺ തന്നെ അതിലെല്ലാം ജയിക്കുന്നുണ്ട്. അവസാനം ബോസിനോടൊപ്പം ഇരുന്ന് കളിക്കുന്ന ഗെയിമിലും കരൺ തന്നെ ജയിക്കുകയാണ്. അപ്പം ആച്ചി മനസ്സിൽ പറയുന്നുണ്ട്, ഈ കരൺ എന്ത് ടാലൻറ്റഡ് ആണെന്ന്. അതിനുശേഷം ഡൂജ അന്നത്തെ ദിവസത്തെ അവസാനത്തെ ഗെയിം എന്താണെന്ന് പറയുകയാണ്. അത് കളിക്കേണ്ടത് ഇങ്ങനെയാണ്, ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസ് തമ്മിൽ പേരായിട്ട് 2 പേരെ പറ്റി 2 പേരും മനസ്സിലാക്കിയിട്ട് അതിലൊരാൾ ഇവിടെ വന്നത് പ്രസൻറ്റ് ചെയ്യണം. ഏറ്റവും നല്ലതുപോലെ പ്രസൻറ്റ് ചെയ്യുന്ന ടീമായിരിക്കും വിൻ ചെയ്യുന്നത്, അവർക്ക് നല്ലൊരു പ്രൈസും കിട്ടുന്നതായിരിക്കും എന്ന്. എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പേരാകാൻ. അങ്ങനെ ഓരോരുത്തരും പേരാകുന്നുണ്ട്. ആച്ചി മാത്രമേ എന്നെ പോലെ ഒരാളെ ആരാണ് പേരാക്കാനെന്നും പറഞ്ഞ് പുറകിലോട്ട് നടക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് അവനാണെങ്കിൽ കരണിനെ ഇടിക്കുന്നു. കരണാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ആച്ചി നീ എൻ്റെ പേരാകുമോ എന്ന്. അങ്ങനെ ആച്ചിയാണെങ്കിൽ ഓക്കെ പറയുന്നു. പിന്നെ അവർ 2 പേരും അവരെ പറ്റി സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കരൺ പറയുന്നുണ്ട്, ആച്ചി നീ ആദ്യം പറയുന്നു. അപ്പോൾ ആച്ചി പറയുന്നു, അത് പിന്നെ ഞാൻ മാനേജ്മെൻറ്റ് കോളേജിലാണ് ഗ്രാജുവേറ്റ് ആയത്, ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ് ഇവിടെ ജോബിനായിട്ട് അപ്ലൈ ചെയ്തു. ഞാനിവിടെ വന്നപ്പോഴുള്ള അതേ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, പിന്നെ എനിക്ക് 30 വയസ്സായി, അത്രയൊക്കെ ഉള്ളെന്ന്. അത് കേട്ട കരണാണെങ്കിൽ ഒന്ന് ചിരിച്ചിട്ട് അവനോട് ചോദിക്കുന്നു, അല്ല ആച്ചി നിനക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പോൾ ആച്ചി പറയുന്നു, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എല്ലാവരും വരുന്നതിന് മുമ്പ് ബ്രോക്കൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതായത് ലോ ബാറ്ററി ആയിട്ടുള്ള മൗസിൽ ബാറ്ററി ഇട്ട് വെക്കാനൊക്കെ
ഞാനങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷം മാത്രമാണ് ഉള്ളത്. ഇനി എന്തായാലും നീ നിന്നെക്കുറിച്ച് പറയാനും അവൻ കരണിനോട് പറയുന്നു. അത് കേട്ട കരൺ പറയുന്നു, ആക്ച്വലി എനിക്കങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നു. കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ഞാൻ വെറുതെ സ്പോർട്സിൽ പങ്കെടുത്തതാണ്. അതെന്നെ നാഷണൽ കോമ്പറ്റീഷൻ വരെ കൊണ്ടെത്തിച്ചു. പിന്നെ ഒരു പ്രൊഫഷണൽ അത്ലറ്റ് ആകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് നിർത്തി. പിന്നെ മാങ്ക വായിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി. അത് പിന്നെ മാഗസീനായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഫണ്ണായിട്ട് ചെയ്യുന്നതല്ല പിന്നീട് സീരിയസ് ആയി മാറുന്നതെന്ന്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആച്ചി മനസ്സിൽ പറയുന്നുണ്ട്, ഓ ഇവനല്ലേ ആദ്യം പറഞ്ഞത് ഇവനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ലെന്ന്, എന്നിട്ട് അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അടുത്ത സീനിൽ എല്ലാവരും അവരുടെ പേരിനെ പറ്റി പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവസാനം പറയാനായിട്ട് വരുന്നത് കരണാണ്. അങ്ങനെ കരണാണെങ്കിൽ ആച്ചിയെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കരൺ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ആച്ചി പറയുന്നുണ്ട്, ഞാൻ അവനോട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്, പക്ഷെ അവൻ എന്നെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ കരൺ സംസാരിച്ച് കഴിഞ്ഞ് റോക്കാണെങ്കിൽ പെട്ടെന്ന് ആച്ചിയെ വന്ന് ഹഗ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതിന് താങ്ക്സ് പറയുകയാണ്. റോക്ക് മാത്രമല്ല ബോസും അവനടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, താങ്ക് യു ആച്ചി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതിനെന്ന്. ആസിനെ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ആച്ചി പുറത്തേക്ക് നടന്നു വരുമ്പോൾ പയ്യൻ ഡൂജു ഒരു പെണ്ണും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നു. ഡൂജു പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ആച്ചിയോട് ഹെൽപ്പ് ചോദിച്ചാലോ എന്ന്. ഈ സമയം അവിടെ നിൽക്കുന്ന ആച്ചിയെ ആ പെണ്ണ് കണ്ടിട്ട് പറയുന്നുണ്ട്, ദോ ആച്ചി അവിടെ നിൽക്കുന്നെന്ന്. അപ്പോൾ ഡൂജാണെങ്കിൽ ആച്ചിയോട് എന്തോ പറയാനായിട്ട് പോകുമ്പോൾ പയ്യ അവരെ തടഞ്ഞിട്ട് വെറുതെ അവനെ ബോധന ചെയ്യിപ്പിക്കേണ്ടെന്ന് പറയുന്നു. അവരാണെങ്കിൽ അവൾ പറഞ്ഞതൊന്നും കേൾക്കാതെ ആച്ചിയോട് കാര്യം എന്താണെന്ന് പോയി പറയാണ്. അത് പിന്നെ പയ്യുടെ എക്സ് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ കണ്ടിട്ട് അവനാണെങ്കിൽ അവളോട് അവൻ്റെ കൂടെ മീൽ കഴിക്കാൻ ചെല്ലുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നതെന്ന്. അപ്പോൾ പൈ പറയുന്നു, അത് പിന്നെ അവൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് വളരെ പ്രിറ്റിയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നത് അവളുടെ കയ്യിലുള്ള റിങ് അവരുടെ എൻഗേജ്മെൻറ്റ് റിങ് ആകാനാണ് സാധ്യത. ഞാനാണെങ്കിൽ ആരോടും ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലൊന്നും അല്ല. ഒരുപക്ഷെ അവൻ എന്നെപ്പറ്റി എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അവനോട് എംബാരസിങ് ആകാതെ ആൻസർ പറയുന്നതെന്ന് എനിക്കറിയത്തില്ലെന്ന്. അത് കേട്ട ഡൂജ് പറയുന്നു, ഡി ഞാൻ അതല്ലേ പറഞ്ഞത്, നമുക്ക് ആച്ചിയെ നിൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യിപ്പിക്കാമെന്ന്. ഇത് കേട്ട ആച്ചി ചോദിക്കുന്നു, ഞാനോ എന്നെപ്പോലെ ഒരാളെ ബോയ് ഫ്രണ്ടായിട്ട് കണ്ടാൽ ജെലസ് ആകുമോ എന്ന്. അത് കേട്ട പൈ പറയുന്നു, എന്തായാലും ജെലസ് ആകും, പക്ഷേ എനിക്ക് ആരെയും ട്രബിളിലാക്കണമെന്നില്ല. പിന്നെ ഞാൻ അവനോട് യെസ് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് എന്തായാലും എൻ്റെ വാക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാമെന്ന്. ഇവരിവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് റോക്കും കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ പുറത്തേക്കൊന്നും പോകേണ്ടി വരില്ല, എനിക്ക് ആരെയും ടച്ച് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജിന്തയ്ക്കാണെങ്കിൽ ഒരു പണി കിട്ടുന്നു. അവ ഫുഡ് തയ്യാറാക്കാനായിട്ട് ഗ്യാസ് കത്തിക്കുമ്പോൾ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അതുപോലെ ഓവനിൽ വെച്ച് വേവിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു ഓവൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒയറാണെങ്കിൽ പൂച്ച കടിച്ച് ഇല്ലാതാക്കിയിട്ടിരിക്കുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും ഇനി വേറെ വഴിയില്ലാത്തത് കൊണ്ടും അവനാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാണ്. അങ്ങനെ അവൻ വിശന്ന് തളർന്ന് കിടക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്നു. എണീറ്റ് പോയി വാങ്ങാൻ മടിയായതുകൊണ്ട് തന്നെ പുറത്തത് വെച്ചിട്ട് പോകാനായിട്ട് പറയുന്നു. അത് കേട്ട ഡെലിവറി ബോയ് പറയുന്നുണ്ട്, താങ്കൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന്. അത് കേട്ട ചിന്തയാണെങ്കിൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന രീതിയിൽ ദേഷ്യപ്പെട്ട് ഡോർ ഓപ്പൺ ചെയ്യണ്. അപ്പം ആ സമയത്ത് അവിടെ വന്നിരിക്കുന്നത് മിന്നായിരുന്നു. ഡോർ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ചിന്തയാണെങ്കിൽ തല കറങ്ങി വീഴാൻ പോകുന്നു. അത് കണ്ട മിന്നാണെങ്കിൽ അവനെ പെട്ടെന്ന് പിടിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവനാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഇയാൾക്ക് വയ്യെന്നാണ് തോന്നുന്നത്, ഞാൻ അയാളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണോ അതോ ഞാൻ അയാളെ സഹായിക്കണോ, ഞാനത് അയാളോട് ചോദിച്ചാൽ അയാൾ തെറ്റിദ്ധരിച്ചാലോ എന്നൊക്കെ ഇവൻ ചിന്തിക്കുകയാണ്. ഇവൻ പറയുന്നതൊക്കെ കേട്ട് ടെൻഷനായ ചിന്തയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനടുത്ത് നിന്ന് മാറിയിട്ട് പൈസ എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ബാക്കി നീ തന്നെ വെച്ചു എന്ന്. അത് കേട്ട മിന്നാണെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് പോകാനായിട്ട് നടക്കുകയാണ്. പെട്ടെന്ന് പൂച്ചയെ കണ്ട മിന്നാണെങ്കിൽ ചിന്തയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അകത്തേക്ക് വന്ന് നിങ്ങളുടെ പൂച്ചയെ കണ്ടോട്ടെ എന്ന്. അത് കേട്ട അവനാണെങ്കിൽ ഓ നീ എന്തോന്നാ ചെയ്യുന്നുള്ള രീതിയിൽ ഓ എന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ട മിന്നാണെങ്കിൽ പൂച്ചയുടെ അടുത്തേക്ക് പോയിട്ട് അതിനോട് ചോദിക്കുന്നു, നിന്റെ പേരെന്താണെന്ന്. അത് കേട്ട ചിന്തയാണെങ്കിൽ തൻ്റെ പേരാണെന്ന് കരുതിയിട്ട് ജിന്ത എന്ന് പറയുന്നു. അത് കേട്ട മിന്നാണെങ്കിൽ പൂച്ചയെ ഹലോ ജിന്ത എന്ന് വിളിക്കുന്നു. അത് കേൾക്കുമ്പോഴാണ് ചിന്തയ്ക്ക് മനസ്സിലാകുന്നത് തൻ്റെ പേരല്ല ചോദിച്ചത് പൂച്ചയുടെ പേരാണെന്ന്. അങ്ങനെ ചിന്തയാണെങ്കിൽ പൂച്ചയുടെ പേര് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ മിന്നിനാണെങ്കിൽ പരിചയമുള്ള ഒരു പേര്. അങ്ങനെ അവൻ പറയുന്നുണ്ട്, എനിക്കിതിനെ ഇവിടെ അടുത്തുള്ള ഒരു പെട്ടിയിൽ നിന്നാണ് കിട്ടിയതെന്ന്. അത് കേൾക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ നേരത്തെ വളർത്തിയിരുന്ന പൂച്ചയാണ് ഇപ്പോൾ ചിന്തയുടെ കയ്യിലുള്ളതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ചിന്തയോട് പറയുന്നുണ്ട്, ഇതിനെ ഞാനാണ് അവിടെ വെച്ച് വളർത്തിക്കൊണ്ടിരുന്നത്, പെട്ടെന്നൊരു ദിവസം ഇതിനെ കാണാതായി, ഞാൻ കരുതിയത് എനിക്കിനി ഇവളെ ഒരിക്കലും കാണാൻ കഴിയില്ലെന്നാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ പൂച്ചയെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചിന്തയാണെങ്കിൽ ഓ നീ ഒന്ന് പോയി താടാ എന്ന
രീതിയിലാണ് അവനെ നോക്കുന്നത്. അങ്ങനെ മിന്നാണെങ്കിൽ എനിക്ക് വർക്കിന് തിരിച്ചു പോകേണ്ട സമയമായി, നിങ്ങളിപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ചിന്ത പറയുന്നു ഞാൻ ഓക്കെ ആണെന്ന്. അങ്ങനെ അത് കേട്ട മിന്നാണെങ്കിൽ പൂച്ചയെ ചിന്തയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ സമയത്ത് ചിന്തയ്ക്കാണെങ്കിൽ മിന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നു. അപ്പം മിന്ന് പറയാണ് ആദ്യം ഇയാളെ കണ്ടപ്പോൾ കുറച്ച് വിയേഡായിട്ടാണ് തോന്നിയത്, പക്ഷേ ഞാൻ കരുതിയേക്കാൾ കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇയാൾ. എന്തായാലും എൻ്റെ പൂച്ചക്കുഞ്ഞിനെ അയാൾ നല്ലതുപോലെ നോക്കുന്നുണ്ട്. അതുപോലെ ഇയാളുടെ വീട് നല്ല ക്ലീൻ ആയിട്ടും ഉണ്ട്. എന്തായാലും ഇയാൾ നല്ലൊരു വ്യക്തി തന്നെയാണെന്ന്. ഇതൊക്കെ കേട്ട ചിന്ത കൂടുതൽ ടെൻഷനായിട്ട് പൂച്ചയെ പെട്ടെന്ന് വാങ്ങിയിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. മിന്ന് പൂച്ചയോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൻ പോയതിനു ശേഷം പെട്ടെന്ന് എന്നെ ഡോറ് ലോക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് പറയാണ് ഡേ ആച്ചി നീ ഒന്ന് പെട്ടെന്ന് തിരിച്ചു വായെന്ന്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാതെ ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.